സഞ്ചാരികൾക്കെന്നും പുതുമ നിറഞ്ഞ കാഴ്ചകൾ സമ്മാനിക്കുന്ന സുന്ദരമായ ഒരു സ്ഥലമാണ് വയനാട്. വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെ തൃക്കൈപ്പറ്റ എന്ന ഗ്രാമത്തിലാണ് ഉറവെന്ന സംഘടന പ്രവർത്തിക്കുന്നത്. ഉറവെന്ന വാക്കിന് വസന്തം അല്ലെങ്കിൽ ഉറവിടം എന്നാണ് അർത്ഥം. മുള കൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്നവരെ ഒരുമിച്ച് കൂട്ടി ഉറവെന്ന പേര് നൽകിയത് ബാംബു ഗ്രോ റിസോർട്ടിൻ്റെ MD ആയ ശ്രീ ശിവരാജനായിരുന്നു. താഴെത്തട്ടിലുള്ളവരെ സാമ്പത്തികമായി ഉയർത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനം കണ്ടെത്താൻ ഉറവ് ശ്രമിക്കുന്നു. ഉറവിനൊപ്പം പ്രവർത്തിക്കുന്ന കരകൗശല വിദഗ്ധർ ധാരാളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ പെന്നുകൾ, ബാഗുകൾ, ഫർണിച്ചറുകൾ തുടങ്ങിയ വിവിധ തരം കരകൗശല വസ്തുക്കൾ പുറത്തിറക്കിയിട്ടുണ്ട്. വയനാട്ടിലെ മലയോരങ്ങളെ നിറമണിക്കുന്ന ഇല്ലിമുളയിൽ ജീവിതത്തിൻ്റെ ഉറവ് കണ്ടെത്തുന്നു ഉറവ് ബാംബു ഗ്രോ വില്ലേജിലെ ആളുകൾ. താങ്ക് യു. ഹലോ 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 നിങ്ങളുടെ എന്നെ ആദ്യമായിട്ട് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വിളിക്കുന്നത് സുരേഷ് ചേട്ടനാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിരുന്നു നിങ്ങളുടെ യാത്രകളെ പറ്റിയിട്ടും ഇതിന് മുന്നേ നടന്ന യാത്രകളെ പറ്റിയിട്ടൊക്കെ ഞാനും യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏറെ സന്തോഷം ഇത്തരം ഒരു കൂട്ടായ്മയെ ഇവിടെ ഉറവിലേക്ക് വന്നതിന് ആദ്യം തന്നെ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഒപ്പം നമുക്ക് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. നിങ്ങൾ ഇന്ന് 4ാമത്തെ ദിവസമാണ് അല്ലേ? ഇന്നാണോ കൺക്ലൂഷൻ? നാളെ ഞങ്ങൾ പോകും. ഓക്കെ, ഇന്നാണ് ഒരു ഈവനിങ് കൺക്ലൂഷൻ ഉള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതുവരെയുള്ള യാത്ര ഗംഭീരം ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് അതിഗംഭീരമാവട്ടെ. ഉറവിനെ പറ്റിയിട്ട് ഇപ്പോൾ വായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അത് നോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളത് അറിയില്ല. നിലവിൽ ഉറവിൻ്റെ പൊസിഷൻ എന്താണെന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഇത് 1996 ഒരു കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക പാരിസ്ഥിതിക മേഖലകളിൽ നിൽക്കുന്ന ആളുകൾ ചേർന്നുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാളും ഒരുപാട് വൾണറബിൾ ആയിരുന്നു. വയനാട്ടിൽ കാർഷിക ആത്മഹത്യകൾ മുതൽ നിരന്തരം പ്രശ്നങ്ങളായി കിടക്കുന്ന ഒരു മേഖലയ്ക്കകത്ത് ഇത്തരത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത് സ്ഥാപിതമാകുന്നത്. അന്ന് നമ്മളുടെ കാഴ്ചപ്പാട് ഗ്രാമീണ വികസനത്തിന്, അതായത് സുസ്ഥിരമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഒരു കാലഘട്ടം വരെ, എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം മുമ്പ് വരെയൊക്കെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരം ഏരിയകളിലെല്ലാം. ഇന്ന് നമ്മൾ അതിൻ്റെ കൂടെ ഏത് മേഖലയാണെങ്കിലും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളൊരു വാക്ക് കൂടെ നമ്മൾ ചേർത്ത് വെക്കുന്നുണ്ട്. ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ടേം നമുക്ക് സുപരിചിതമാവാൻ തുടങ്ങിയത് ഒരു പക്ഷേ ഈ പറയുന്ന പാരിസ്ഥിതികമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളെ കാര്യമായിട്ട് ബാധിച്ചു തുടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് സസ്റ്റൈനബിലിറ്റി ഒരു കോർ ആസ്പെക്റ്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നത്. എന്നാലും ഇത് 96 മുതൽ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ്, നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട് അല്ലേ? കളിമണ്ണ്, ചിരട്ടത്തോട്, മുള തുടങ്ങി ഇത്തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസിനെ എങ്ങനെ ഇത്തരത്തിലുള്ള ഗ്രാമീണ വികസനത്തിന് പരിഹാരം കണ്ടെത്താൻ, അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതിനെ എങ്ങനെ ഉപയോഗിക്കാം, അത് ഇൻഡിജീനിയസ് ആയിട്ടുള്ള പല പ്രാക്ടീസസും അവരിൽ നിന്ന് നേടുന്ന അറിവുകളോട് കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് കോർത്തിണക്കിക്കൊണ്ട് എത്തരത്തിലേക്കാണ് വികസന മാതൃകകൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത് സ്ഥാപിതമാകുന്നത്. ഇതിന്റെ പേര് തന്നെ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഉറവ് ഗ്രൂവ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഉറവ് ഇൻഡിജീനിയസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റഡി സെന്റർ എന്നാണ് ഇതിന്റെ പേരുള്ളത്. അപ്പോൾ ഇൻഡിജീനിയസ് ആയിട്ടുള്ള പല ടെക്നിക്സും ടെക്നോളജീസ് ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസന മാതൃകകൾ സൃഷ്ടിക്കുക, സുസ്ഥിരമായിട്ടുള്ള വികസന മാതൃകകൾ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് സ്ഥാപിതമാകുന്നത്. ഇന്ന് ഇത് പൂർണ്ണമായും മുളയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു എക്കോസിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളിമണ്ണും ചിരട്ടത്തോടും തുടങ്ങിയിട്ടുള്ള മുളയെ ഉപയോഗിച്ചിരുന്നു അന്ന് കാലത്തും. പക്ഷെ ഇന്ന് ഇത് പൂർണ്ണമായിട്ടും മുളയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു എക്കോസിസ്റ്റമാണ്. നിലവിൽ മുളയുടെ നഴ്സറി പ്ലാന്റേഷൻസ് മുതൽ ഓൾ ഓവർ ഇന്ത്യ ബാംബു കൺസ്ട്രക്ഷൻസ് വരെയുള്ള ഒരു 8ഓളം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് നിലവിൽ ഉറവുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ 1 മണിക്കൂർ സമയം കൊണ്ട്, ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് നമുക്ക് സമയം നിലവിലൂടെയുള്ളൂ. അപ്പോൾ ഈ സമയം കൊണ്ട്
നിലവിൽ നമ്മൾ ഒരു ഗൈഡഡ് ടൂർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മളിവിടെ വരുന്ന ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മൾ നഴ്സറിയിൽ നിന്ന് ആരംഭിക്കുകയും ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരെ കാണിക്കുന്ന രീതിയിൽ ഇവിടുത്തെ ഫംഗ്ഷൻസിനെ ഡിസ്ക്രൈബ് ചെയ്ത് തരികയും നമ്മൾ അങ്ങോട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ സെഷൻ പോലെയാണ് നമ്മളത് കൈകാര്യം ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം അല്ലേ? അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മളുടെ വാല്യൂ ചെയിൻ ഓഫീസറാണ് ജിനോ സാറും നമ്മളെ കൂടെ ഉണ്ടായിരിക്കും. സാറാണ് അതിൻ്റെ വാല്യൂ ചെയിനായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന സാറാണ്. അതുപോലെ നിലവിൽ ഇതിൻ്റെ ടോണി പോളാണ് നിലവിൽ ഇതിൻ്റെ CEO ആയിട്ടുള്ളത്. ഇതിൻ്റെ ട്രസ്റ്റിൽ നമുക്ക് ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അങ്ങോട്ട് നഴ്സറി പോകുമ്പോൾ അവിടെ ഒരു താടിക്കാരനെ കാണാം. മൂപ്പരെയാണ് നമ്മളുടെ ഡോക്ടർ അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന നമ്മളുടെ നഴ്സറിയുടെ ഹെഡും ട്രസ്റ്റിയുമാണ്. ബാക്കി നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. കേൾക്കുന്നുണ്ടോ? അവസാനത്തെ ആളും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പോ മുളയെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ വയനാട്ടിൽ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഉറവിനെ ചേർത്ത് വെച്ചതിൽ ഏറെ സന്തോഷം. അതിലുപരി ഇവിടെ വരുമ്പോൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ വളരെ വ്യക്തമാക്കണമെന്നുണ്ട്. കാരണം മുളയെ സംബന്ധിച്ചിടത്തോളം മുള നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ എല്ലാവരും മലയാളികളായതുകൊണ്ട് തന്നെ മുള നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒന്നാണ് അല്ലേ? നമ്മളുടെ എല്ലാവരുടെയും വീട്ടില് ചെകഞ്ഞ് പരിശോധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബാമ്പു കൊണ്ടുള്ള എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ഇവര് നമ്മുടെ ചെന്നൈയിൽ വളരുന്ന കുട്ടികളാണ്. അപ്പൊ പ്യൂർ ഭയങ്കര കടുകട്ടി മലയാള വാക്ക് ചിലപ്പോ ഞാൻ മിക്സ് ചെയ്യാം. ചില വാക്ക് ഏതിലേക്ക് വേണമെങ്കിലും സ്വിച്ച് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ബാമ്പു ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മേ ബി യൂട്ടിലിറ്റീസ് ആയിരിക്കാം, പലതരത്തിലുള്ള. ഇപ്പൊ നമ്മളുടെ മുന്നത്തെ ജനറേഷനെയൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബാമ്പുവിന്റെ ഉപയോഗം കുറച്ചുകൂടെ നമ്മൾ അടുക്കളയിൽ തുടങ്ങി കാർഷിക ഉപകരണങ്ങൾ വരെയുള്ള അഗ്രികൾച്ചർ ടൂൾസ് ആയിട്ടൊക്കെ ബാമ്പു യൂസ് ചെയ്തിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ വാഴയ്ക്ക് ഊണ് കൊടുക്കാനെങ്കിലും നമ്മളൊരു മുള കൊണ്ടുവെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് യൂട്ടിലിറ്റീസ് ഉള്ള ഒരു മീഡിയം ആണെന്നുള്ളത് നമുക്കറിയാം. നമ്മളുടെ ചരിത്രമായിട്ട് ഹിസ്റ്ററിയുമായിട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മീഡിയം കൂടിയാണ്. എന്തുകൊണ്ട് ബാമ്പു എന്നുള്ളത് നമ്മൾ ഇപ്പൊ എന്തിനാണ് ഇപ്പൊ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മുള ഇത്രയും കാര്യമായിട്ട് വിവരിക്കേണ്ട, മുള അതിലെങ്ങനെയാണ് ഒരു കാര്യമായിട്ടുള്ള കഥാപാത്രമാവുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. കാരണം ഇനി നമ്മൾ ഈ എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ പറയില്ലേ, എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എർത്തി ആയിട്ടുള്ള കോൺഷ്യസ് ലിവിങ്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഈ ടേമുകളൊക്കെ ഇപ്പൊ ഇന്ന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേമുകളാണ്. ഇത് ആക്ച്വലി നമ്മൾ പരിസ്ഥിതിയോടുള്ള അഗാധമായിട്ടുള്ള സ്നേഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണോ? അല്ല. വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ടോ? പരിസ്ഥിതിയോടുള്ള അഗാധമായിട്ടുള്ള എൻവയോൺമെന്റിനോടുള്ള അഗാധമായിട്ടുള്ള സ്നേഹത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണോ? ശരിക്കും ആണോ? അപ്പോ ഇന്ന് ഇത്തരം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ടേം ഒക്കെ ഇറ്റ്സ് കമ്മിങ് ലൈക്ക് മോർ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം മറ്റൊന്നുമല്ല, മനുഷ്യന് ബോധ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏത്? പാരിസ്ഥിതിക മാറ്റം, ക്ലൈമറ്റ് ചേഞ്ചസ് റിയൽ എന്നുള്ള, അത് ഫേക്ക് ആണെന്നുള്ള ധാരണയുള്ളവരുണ്ടോ? ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ കുറച്ചുകൂടെ എളുപ്പം. കുറച്ചു കാലം മുമ്പാണെങ്കിൽ നമ്മൾ അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകുന്ന കഥ പറഞ്ഞിട്ടാണ് ക്ലാസ് തുടങ്ങാറ്. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വി ആർ ഫേസിങ് ഇറ്റ്. ഇന്ന് നമ്മളുടെ ഡെയിലി ലൈഫിൽ ഈ പാരിസ്ഥിതിക മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് ക്ലിയർലി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ മുന്നിലേക്ക് പോകുമ്പോൾ വി ഓൾ നീഡ് ലൈക്ക് ആൾട്ടർനേറ്റീവ്സ്. ഇഫ് പ്ലാസ്റ്റിക് മാറ്റി നിർത്തുക എന്നുള്ളതാണ് പലപ്പോഴും പാരിസ്ഥിതികമായിട്ടുള്ള ഇടപെടൽ നടത്തുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം. പ്ലാസ്റ്റിക് മാറ്റി നിർത്തുമ്പോൾ മറ്റെന്ത് എന്നുള്ളൊരു ചോദ്യമില്ലേ? കാരണം നമുക്ക് എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇന്ന് പ്ലാസ്റ്റിക് മാറ്റി നിർത്തുമ്പോൾ പകരം എന്ത് ഉപയോഗിക്കണം എന്നുള്ളൊരു ചോദ്യം കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിനെ മാറ്റി നിർത്താൻ പറയുമ്പോൾ ബാക്കി എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്? There bamboo have a role. ഇന്ന് ആഗോളതലത്തിൽ ഇന്റർനാഷണലി ബാംബു സെലിബ്രേറ്റ് ആസ് എ ഗ്രീൻ ഗോൾഡ്, മിറാക്കിൾ പ്ലാന്റ്,
എന്നിങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള നെയിംസിൽ ബാംബു സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ. കാരണം വളരെ എളുപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ലൈക്ക് മണ്ണും മരവും ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്, നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് തന്നെയാണ്. അതിൽ ബാംബുവിനെ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കണം എന്നുണ്ട്. ഒന്ന്, നമ്മൾ മരം നടുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഒരു മരം കാതലാവണമെങ്കിൽ എത്ര കാലം എടുക്കും? ചുരുങ്ങിയത് 15 മുതൽ 20 വർഷം എടുക്കും. മുള 5 മുതൽ 6 വർഷത്തില് കാതലാവുന്ന ഒരു ബാംബു എന്താണ്? മരമാണോ? മെച്യൂരിറ്റി അന്തക്കാതലല്ലേ ഇത്. മെച്യൂരിറ്റി ആവുന്ന പീരീഡ് എന്ന് പറയുന്നത് 5 to 6 ഇയർ ആണ്. മരമാണെന്നുണ്ടെങ്കിൽ അത് 15 മുതൽ 20 വർഷം വരെ എടുക്കും. ഒന്ന്, ഇത് ഏത് വർഗത്തിൽപ്പെടുന്നതാ മുള? ഗ്രാസ് ആണ്. ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് ആയിട്ടുള്ള ഗ്രാസ് ആണ്. പൊയാസിയ എന്ന് പറയുന്ന ഗ്രാസ് ഫാമിലിയിലാണ് ബാംബു ഉൾപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫാക്ടിൽ ബാംബുവിനെ വളരെ സിഗ്നിഫിക്കന്റ് ആക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് എന്നുള്ളതാണ്. ഇപ്പൊ ആനമുളയൊക്കെ പറയുന്നത് ഒരു ദിവസം അതിന്റെ കൂമ്പ് വരുന്ന ഇനീഷ്യൽ ഘട്ടത്തില് 1 അടി ഒരു ദിവസം വളരുന്ന, തുടർച്ചയായല്ല അതിന്റെ കൂമ്പ് വരുന്ന സമയത്തൊക്കെ. അപ്പൊ ഇത്രയും ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് ആയിട്ടുള്ള ഒന്നാണ്. 5-6 വർഷത്തിൽ നമുക്ക് എന്താവും? മെച്യൂരിറ്റി ആയി കിട്ടും. 2, ഒരു മരം വെച്ചാൽ 15 മുതൽ 20 വർഷം കഴിഞ്ഞാലും ഒരു മരം തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ കണ്ടിന്യൂസ്ലി നമ്മൾ മരം വെട്ടി നമ്മൾ യൂട്ടിലിറ്റി ആക്കി കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, വാല്യൂ അഡീഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ട് മറ്റൊരു രീതിയിൽ പാരിസ്ഥിതിക്ക് അത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. കീപ്പ് ഓൺ കട്ടിങ്, ഡിഫോറസ്റ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് സംഭവിക്കുന്നതാണ്. മുളയെ സംബന്ധിച്ചിടത്തോളം മുള ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗും ആണ്, അതുപോലെ തന്നെ റിന്യൂവബിൾ പ്ലാന്റ് ആണ്. അതായത് ഒന്ന് നട്ടാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതുപോലെ ഇവിടെ ആയാലും നമ്മൾ ഒറ്റ സാപ്ലിംഗേ നട്ടിട്ടുള്ളൂ. പക്ഷെ സീസൺ ടു സീസൺ പുതിയ സ്പ്രൗട്ടുകൾ പൊട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മള് വാഴക്കന്നിന്നൊക്കെ ഹൗ ലൈക്ക് ബനാന പുതിയതായിട്ട് കിളുത്ത് വരുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ബ്ലാക്ക് ബാംബു എന്ന് പറയുന്ന ഒരു ബാംബു ആണ്. നമ്മൾ പച്ചയും മഞ്ഞയുമാണ് നമുക്ക് സുപരിചിതമായിട്ടുള്ളത്. ഇത് ബ്ലാക്ക് ബാംബു എന്ന് പറയുന്ന ഒരു ബാംബു ആണ്. ഇതിന്റെ പുതിയ ഷൂട്ട് വരുന്നത് കണ്ടോ? അപ്പൊ ഇത് പുതിയ ഷൂട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ സുസ്ഥിര വികസന കാഴ്ചപ്പാടില് പെട്ടെന്ന് വളരുകയും എന്നാൽ പരിസ്ഥിതിക്ക് ആഘാതമില്ലാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ആരെങ്കിലും ഇവിടെ സസ്റ്റൈനബിലിറ്റി ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? വളരെ എളുപ്പത്തില്. ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യാം അല്ലേ? വളരെ എളുപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ദാഹിച്ചു വരികയാണ്. നമ്മളെ പിന്നിലും ആളുകൾ വരാനുണ്ട് ഇനി അല്ലേ? ഇവിടെ ആകെ ഒരു കുടത്തിലുള്ള വെള്ളേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിനും കുടിക്കാം, ആവശ്യത്തിനും കുടിക്കാം. ആവശ്യമാണോ അത്യാവശ്യമാണോ എന്ന് ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി അത്യാഗ്രഹത്തിനും കുടിക്കാം. നമ്മൾ ഏറെക്കുറെ ഇന്നിപ്പോ അത്യാഗ്രഹത്തിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോ ആ ഒരു കുടം വെള്ളേ ഉള്ളൂ നമുക്കിവിടെ. അപ്പൊ അതിനെ പിന്നിൽ വരുന്ന, ഇപ്പൊ 100 ആളുടെ ക്യൂ ആണെങ്കിൽ ഒന്നാമത് നിൽക്കുന്നവനും 100ാമത് നിൽക്കുന്നവനെ പറ്റിയിട്ടുള്ള ചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുന്ന ഒരു സമവാക്യം എന്ന് പറയുന്നത്. ഒരു പക്ഷെ ഗൂഗിളിലൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെ കാണാം. പക്ഷെ എന്നിരുന്നാലും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടാവുക, തോട്ട് ഉണ്ടാവുക എന്നുള്ളത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. അവിടെ ബാംബു ഒരു സസ്റ്റൈനബിൾ മീഡിയം എന്നുള്ള രീതിയിൽ പ്രധാന റോൾ എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മളുടെ കൺസെപ്റ്റിൽ ബാംബു വെച്ചിട്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പ്രധാനമായിട്ട് കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വീടുകളും ഇതൊക്കെയാണ് നമ്മൾ മുന്നേ കണ്ടുവന്നിട്ടുള്ളത്. ബാംബു ആസ് എ മീഡിയം, കോസ്മെറ്റിക്സ് തുടങ്ങി, ബാംബു ബിയർ തുടങ്ങി, ഈ ലാസ്റ്റ് G20 സബ്മിറ്റ് അവസാനിക്കുമ്പോൾ they were discussing about making fuel from bamboo. അപ്പോൾ മുന്നിലേക്ക് ഒരുപാട് സാധ്യതകളുള്ള, ഒരുപാട് ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു മീഡിയം ആയിട്ടാണ് ബാംബുവിനെ കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് പോകുമ്പോഴായാലും ഇറ്റ്സ് വെരി ഈസി ടു ഷോ യു ലൈക്ക് ഗ്രീൻ ബാംബു, യെല്ലോ ബാംബു അല്ലെങ്കിൽ ബ്ലാക്ക് ബാംബു. പക്ഷെ അതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ബാംബു ആസ് എ നാച്ചുറൽ മീഡിയം, അതിന് മുന്നിലേക്കുള്ള സാധ്യതകളും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതകളും എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞു വെച്ചിട്ട് ബാക്കി തുടരാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും
പറഞ്ഞത്. ഇതിന്റെ ഈ പേപ്പറിന്റെ കൂടുതൽ സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇത് അനിവാര്യതയാ കേവലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രാഫ്റ്റ് ഇതിന്റെ ഒരു പോസിബിലിറ്റി മാത്രം. നമുക്കതിൽ ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല മുന്നിലേക്കുള്ളത്. കാരണം യൂട്ടിലിറ്റിയിലേക്ക് ഇത് കടന്നു വരേണ്ടതുണ്ട്, നമ്മളെ നിത്യോപയോഗ സാധനങ്ങളിലേക്ക് വരേണ്ടതുണ്ട്, എല്ലാത്തിനും നമുക്ക് അൾട്ടർനേറ്റീവ് വേണ്ടതുണ്ട്. ഇന്നത് കോസ്റ്റ്ലി അഫെയർ ആണ്. സാധാരണ ഇപ്പം നിങ്ങളെല്ലാവരും പല പ്രായത്തിലുള്ളവരുണ്ട് അല്ലേ? എല്ലാവരും പല്ല് തേക്കാറുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ നമ്മൾ എത്ര ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ടാവും? ഏകദേശം ഒരു 3 മാസത്തിലെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഒരു 2 വർഷം മുന്നേ, സത്യസന്ധമായി പറയണം, 2 വർഷം മുന്നേ നിങ്ങൾ ഉപയോഗിച്ച ബ്രഷ് നിലവിൽ എവിടെയാണെന്ന് നമുക്കറിയോ? അല്ലേ? ഉപ്പയില് അല്ലേ? എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മളൊക്കെ മരിച്ചു പോയാലും നമ്മൾ ഉപയോഗിച്ച ബ്രഷ് ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ? അങ്ങനെ ഞാൻ ചെറിയൊരു പ്രൊഡക്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് നമുക്ക് ഈസിലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന, എന്നാൽ അത്തരം പ്ലാസ്റ്റിക് ഈ പറയുന്ന 2050 കൂടിയിട്ട് ആകെ ഓഷൻ സമ്പത്തിനേക്കാളും കൂടുതലായിരിക്കും നമ്മൾ നിക്ഷേപിച്ച മാലിന്യത്തിന്റെ ഭാരം എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന മുന്നിലേക്കുള്ള ജനറേഷനെ പറ്റിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രത്യാഘാതങ്ങളെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ്. എന്നാൽ അവിടെ നമ്മൾ പ്ലാസ്റ്റിക് മാറ്റി നമ്മൾ ബാംബു ബ്രഷസ് യൂസ് ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ എന്തുണ്ട്, ഇന്ന് നമ്മളൊരു കടയിൽ പോയാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം 15 രൂപ കൊടുത്താൽ 10 രൂപ കൊടുത്താൽ ബ്രഷ് കിട്ടും. ബാംബു ബ്രഷ് നിലവിലെ പൊസിഷനിൽ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലും പൈസ വരും. ഈ മെഷീൻ മെയ്ഡ് ആയാലും നമ്മളുടെ വാല്യൂ ചെയിൻ വളരെ ടൈനി ആയതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, പൈസ കൂടുതലാണ് നിലവിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സസ്റ്റൈനബിലിറ്റി നിലവിൽ കോസ്റ്റ്ലി അഫെയർ ആണ്. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഒരേ സമയം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു ഇൻഡസ്ട്രി ബിൽഡിങ്ങിനെ പറ്റിയിട്ടും കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ വാല്യൂ ചെയിനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഫാമേഴ്സിനെ ഉണ്ടാക്കുന്ന പണിയിലും കൂടിയാണ്, ബാംബുവിൽ ഫാമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന പണിയിലും കൂടിയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്ലാന്റേഷൻ പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് വന്ന സമയത്ത് പ്ലാസ്റ്റിക് വാസ് വെരി കോസ്റ്റ്ലി അഫെയർ. പ്ലാസ്റ്റിക് ഏറ്റവും റിച്ച് ക്ലാസ്സിന് മാത്രം വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നായിട്ടാണ് നിലനിന്നിരുന്നത്. പക്ഷെ ഇന്ന് പ്രൊഡക്ഷൻ സ്കെയിലപ്പ് ചെയ്യുകയും ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു മെക്കാനിസം ഉണ്ടാകുന്നതോടുകൂടി എന്തുണ്ടാവുന്നുണ്ട്, ഈസിലി അഫോർഡബിൾ ആയി മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാംബു നിലവിൽ വളരെ ടൈനി ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്, പ്രത്യേകിച്ച് നമ്മളുടെ കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വർക്കും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പിക്ചർ. ബാക്കി നമുക്ക് ഓരോരോ മുളകൾ നമുക്ക് ചെറുതായിട്ട് പരിചയപ്പെടാം. ഇവിടെ തന്നെ നമുക്ക് ഓർണമെന്റൽ വെറൈറ്റി എന്നും കൊമേഴ്ഷ്യൽ വെറൈറ്റി എന്നും തരംതിരിക്കാം. ഓർണമെന്റൽ വെറൈറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് വൈറ്റ് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ബാംബു ആണ്. കൂടുതലും ഓർണമെന്റലി അല്ലെങ്കിൽ ബ്യൂട്ടിഫിക്കേഷൻ പർപ്പസിനോ ലാൻഡ്സ്കേപ്പിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ബാംബൂസ് ആണ്. ഇത് കൂടാതെ നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മുളകളും ഉണ്ട്. അപ്പോൾ കുറച്ച് മുളകൾ നിങ്ങൾക്ക് ജിനോ സാറ് പരിചയപ്പെടുത്തും. പോലെ നിൽക്കുന്നുണ്ടോ, ജൈവ വേലി പോലെ വളർത്താൻ പറ്റിയ മുള ഇനങ്ങളുണ്ട്. അവിടെ ഒരു മരത്തിന്റെ മുകളിലൊരു മുള പിടിച്ച് കയറി പോയി കാണുന്നുണ്ടോ? ഇതിൽ വന്നുള്ളത് വള്ളി പോലെ പടർന്നു പോകുന്ന മുളകളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഒരു വള്ളിമുള എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലേക്കുള്ള ഒരു വെറൈറ്റിയാണ്. അവിടെ അത് അവർ ട്രൈബൽസ് അത് കയറിന് പകരമായിട്ട് മരത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മൾക്കിപ്പോൾ അതിൻ്റെ ഉപയോഗം എന്തായിരിക്കും? നമുക്ക് കയറൊക്കെ ഇപ്പോൾ ധാരാളം കിട്ടാനുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പ്ലാന്റാണിത്. നമ്മൾ ഇപ്പോൾ നമുക്കൊരു പാത്ത് വേ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു കനോപ്പി ആർച്ച് പോലെ ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു വെറൈറ്റിയാണിത്. നമ്മുടെ ഈ കാണുന്ന ഇതില്ലേ, ഇതേ വെറൈറ്റി തന്നെയാണ് സിൽവർ റോക്കിൽ കയറി പോയിരിക്കുന്നത്, അതേ വെറൈറ്റി. അപ്പൊ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ലൈവ് ആർച്ചസ് ഒക്കെ പാത്ത് വൈസിന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ്. നമ്മൾ പോലീസിന്റെ ലാത്തി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പൊ പോലീസിന്റെ ലാത്തിയൊക്കെ ഫൈബർ ആയിട്ടുണ്ട്. പണ്ട് പോലീസിന്റെ ലാത്തി മറ്റേ മുള കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ബജ്രംഗ് ദളിന്റെ ഒക്കെ ആ ദള്ള് കണ്ടിട്ടില്ലേ നിങ്ങള്? ആ വടി ചെയ്യുന്നത് ഈ ലാത്തി മുള എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റിയാണ്. നമ്മളിപ്പോൾ അതിനധികം തോട്ടിക്കും അതുപോലെ അലങ്കാരത്തിനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ടെമ്പററി കൺസ്ട്രക്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മുള ഇനങ്ങളാണ്. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ അലങ്കാര മുള ഇനങ്ങളുണ്ട്. നമുക്ക് കൺസ്ട്രക്ഷൻ സ്ട്രക്ചറൽ മെമ്പേഴ്സ്, തൂണ്, ബീംസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മുള ഇനങ്ങളുണ്ട്. മുട്ടകലം വളരെ കൂടിയ നെയ്ത്തിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഈറ്റ ഓടാന്നൊക്കെ കേട്ടിട്ടുണ്ടോ?
അതുപോലത്തെ വെറൈറ്റീസ് ഉണ്ട്. ഞാൻ 2-3 ടൈപ്പ് ഓഫ് ബാംബൂസ് ഒന്ന് കാണിച്ചു തരാം. മുള കണ്ടിട്ടില്ലേ? എല്ലാ മുളയ്ക്കും ഇതേപോലെ മുട്ടുകൾ ഉണ്ടാവും. ഇതുണ്ടോ ഈ നോഡും ഇതുണ്ടോ ഈ കാണുന്നതാണ് മുട്ട്. എല്ലാ മുളകൾക്കും മുട്ടുകൾ ഉണ്ടാവും. നമ്മൾ പുല്ലിന് പോലെ തന്നെ പുല്ലിന് എങ്ങനെ കണ്ടിട്ടില്ലേ? മരത്തിന് അങ്ങനെ കാണില്ല, ബ്രാഞ്ചസ് ആയിരിക്കും അധികം ഉണ്ടാവുക. ഇപ്പൊ ഓരോ മുട്ടിന്റെ അകലവും ഓരോ മുളകിനങ്ങൾക്കും വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഈ ഓട പോലത്തെയുള്ള ഇതിന് ഇത്രയും മുട്ടകലമുണ്ട്. ഇത് മലയോട എന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാട്ടിലും ഇടുക്കിയിലൊക്കെ കാണുന്ന ഒരു തരം മുളയനമാണ്. ഇപ്പൊ ഇങ്ങനെ മുട്ടകലം കൂടിയ മുളയനങ്ങൾ നമ്മൾ നെയ്ത്തിന് വേണ്ടിയിട്ട്, അതായത് ചെറിയ ചെറിയ പൊളികളാക്കിയിട്ട് അതിന് മെടഞ്ഞ് കൊട്ട, മുറം, പനമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അതിന് വീട്ടിലുള്ള മോഡേൺ പ്രോഡക്ട്സ് ഒക്കെ കാണാൻ പറ്റും കുറേ. അതുപോലെ ഇതുപോലെ സോളിഡ് ആയിട്ടുള്ള മുളയിനങ്ങളുണ്ട്. ഒരുവിധം 90% മുളകളും പൊള്ളയാണ് ഉള്ളിൽ. എന്നാലും സോളിഡ് ആയിട്ട് വരുന്നത് എന്തിനാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? നമ്മൾ ചൂരിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കിംഗ് സ്റ്റിക്കിനും നമുക്ക് ആംബ്രലയുടെ കൊടയാക്കാനും ഈവൻ ഫർണിച്ചറിനും ഞങ്ങൾ കൺസ്ട്രക്ഷൻസിനൊക്കെ ആർച്ച് കർവ് ആയിട്ടുള്ള പില്ലേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ ചൂടാക്കിയിട്ട് വളച്ചെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള മുളകൾ. അപ്പോൾ നല്ല സ്ട്രെങ്ത് ഉള്ള മുളകളാണ്. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ കൺസ്ട്രക്ഷൻ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ കഴുക്കോല് കൊടുക്കാൻ ഏറ്റവും പറ്റിയ ഒരു മുളയാണ് ഇങ്ങനത്തെയുള്ള മുളകൾ. അതുപോലെ തന്നെ മുട്ടകല അടുത്തുള്ള ബോൾ തിക്നെസ് നല്ല കൂടുതലുള്ള മുളകൾ നമുക്ക് തൂണായിട്ടും ബീംസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. മുന്നയിലൊക്കെ വളരുന്ന റണ്ണിങ് ബാമ്പുകളുണ്ട്. നിങ്ങൾ ഈ ജാപ്പനീസ് ഫിലിംസിലും ചൈനീസ് ഫിലിംസിലും ഒക്കെ കണ്ടിട്ടുണ്ടോ? മുളയുടെ നമ്മുടെ ഇവിടെയൊക്കെ എങ്ങനെ മുള വളരുന്നത്? ഓരോ കൂട്ടാണ്. ഒരു മുളം കൂട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 10 അടി 15 അടി മാറിയിട്ടായിരിക്കും. അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മുള എവിടെയാണെങ്കിൽ 2 അടി അപ്പുറത്തേക്ക് 2 അടി അപ്പുറത്ത് അങ്ങനെ ഒരു മുളയുടെ കാട് പോലെ ആവും. അങ്ങനെയുള്ള മുളയിനങ്ങൾ നമ്മുടെ ഇവിടെ അധികം കണ്ടു വരില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ മുള പൂക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? മുള എങ്ങനെയാ പൂക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ബാക്കി എല്ലാ ചെടികളും എങ്ങനെയാ പൂക്കുക? ഒരു വർഷത്തിലൊരിക്കൽ പൂക്കും, ചിലപ്പോൾ 6 മാസത്തിൽ പൂടും. മാവൊക്കെ ആണെങ്കിൽ 1 വർഷത്തിലൊരിക്കൽ പൂക്കും, എന്നിട്ട് കായ്ക്കും, പിന്നെ അടുത്ത വർഷം പൂക്കും. മുളയുടെ കേസ് എങ്ങനെയാണെന്നറിയോ? മുള അതിന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് പൂക്കുള്ളൂ. പൂക്കാത്ത മുളയിനങ്ങളുണ്ട്, പൂത്ത് വിത്താവാത്ത മുളയിനങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ഒരുവിധം മുളയിനങ്ങളെല്ലാം ഒരു പ്രാവശ്യം. അപ്പം നമ്മുടെ മുള്ളുമുളയുടെ കേസ് എടുത്താൽ ഒരു പ്രാവശ്യം എൻ്റെ ലൈഫിൽ പൂക്കുള്ളൂ. 10-30 കൊല്ലം എടുക്കും അത് പൂക്കാൻ. പൂത്ത് കഴിഞ്ഞാൽ അത് വിത്തുണ്ടാക്കി അത് നശിച്ചു പോകും. അങ്ങനെയാണ് മുളയുടെ ലൈഫ് സൈക്കിൾ വരുന്നത്. മുളയിൽ തന്നെ വിത്തുകൾ പലതരത്തിലുണ്ട്. ഒരു അടയ്ക്കയുടെ വലിപ്പം മുതൽ, അടയ്ക്ക ഒരു ചെറിയ പേരക്കയുടെ വലിപ്പമുള്ള വിത്ത് മുതൽ ചെറിയ ഒരു അരി പോലെയുള്ള വിത്ത് വരെ ഉണ്ട്. നമ്മുടെ മുള്ളുമുളയുടെ വിത്തൊക്കെ ഒരു അരി പോലെ ഇരിക്കും, ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും മുള്ളുമുളയുടെ വിത്തെല്ലാം. അതേസമയം വലിപ്പം കൂടിയ, അതായത് മുളയിനങ്ങൾക്ക് ചെറിയ വിത്തായിരിക്കും. ആനമുളയ്ക്കയുടെ ഒക്കെ വിത്ത് ചെറുതായിരിക്കും. ഓടയുടെ എല്ലാം വിത്ത് ഒരു ഇതുപോലെ പുറമേ ഒരു ഫ്ലഷി, നമ്മൾ മാങ്ങയൊക്കെ ഉള്ള പോലെ പുറമേ ഒരു ഫ്ലഷി പോർഷൻ ഉണ്ടാവും, ഉള്ളിൽ വിത്തും ഉണ്ടാവും. അതേസമയം വലിയ മുളകൾക്കൊക്കെ നമ്മുടെ നെല്ല് പോലെയാണ്, പുറമേ ഒരു കവറിങ്ങും ഉള്ളിൽ വിത്തും മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞില്ല ഞാൻ, മുള്ളുമുളയുടെ അരി എന്ന് പറഞ്ഞത് ഇതാണ്. ഇത് മുളങ്കൂമ്പ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള അച്ചാറൊക്കെയാണ്. ഇത് ഞങ്ങൾ നബാർഡിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. ഗ്രാമീൺ ദുക്കാൻ എന്ന് പറഞ്ഞിട്ട് ലോക്കൽ FPOസിനൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ നമ്മളിവിടെ ഞങ്ങളുടെ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്, പിന്നെ ലോക്കൽ FPOസിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ട്, പിന്നെ കുറച്ച് സ്പൈസസ് ഉണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതിന് ശേഷം പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. ബീവാക്സ് ബേസ്ഡ് സോപ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് എല്ലാവരും എത്തിയോ? ഇതാണ് മുളയരി. നമുക്കിത് വെച്ച് പായസം ഉണ്ടാക്കാം, പൊടിച്ചിട്ട് പുട്ടോ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. മുളയരി കൊണ്ട് ഇവിടെ അവലോസൻ്റെ ഉണ്ട്, വെള്ളപ്പം ഉണ്ട്. ഈ മുളയരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുള പൂക്കുമ്പോൾ ഒരുമിച്ചാണ് പൂക്കുക എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ ഒരു ഏരിയയിലുള്ള ആളുകൾ, ഇപ്പം നമ്മുടെ അടുത്തുള്ള റിസോഴ്സ്, പണ്ടൊക്കെ എങ്ങനെയാണ് നമ്മുടെ അടുത്തുള്ള റിസോഴ്സ് വെച്ചാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. തഴ നിറയുള്ളടത്ത് തഴപ്പായ ഉണ്ടാക്കും, കൃഷി ചെയ്യാൻ സ്ഥലമുള്ളടത്ത് കർഷകർ നിറയുണ്ടാവും. അതേസമയം ഇൻഡസ്ട്രികൾ നിറയുള്ളടത്ത് വേറെ അങ്ങനെയുള്ള. ഇപ്പം അതൊക്കെ മാറി. പണ്ട് സൊസൈറ്റീനെ തന്നെ തരംതിരിച്ചുകൊണ്ടിരുന്നുണ്ടോ? എങ്ങനെയായിരുന്നു? ജോലിയുടെ അടിസ്ഥാനത്തിൽ. അന്ന് ഈ മുളയുടെ ആൾക്കാരൊക്കെ മെയിൻ ഒരു കാറ്റഗറി ആയിരുന്നു. എനിക്ക് എൻ്റെ അറിവിൽ, എൻ്റെ വീട് പാലക്കാടാണ്. പാലക്കാട് നിന്ന് ഉണ്ടാക്കുന്ന വെറ്റില കൊട്ട ലാഹോർ വരെ പോയിട്ടുണ്ട്. ഇന്നെന്താണ്, പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട ധാരാളമായിട്ട് കിട്ടും. അന്ന് ഈ ഇങ്ങനെ ലൂസായിട്ടുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ ഒന്നുകൂടി മെറ്റലിൻ്റെ എന്തെങ്കിലും സാധനം വെച്ച് ചെയ്യണം. പ്ലാസ്റ്റിക് അത്രയും പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നേ മുളയ്ക്ക് അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ഇന്ന് അതൊക്കെ മാറിപ്പോയി. ഇന്നെല്ലാം കാറ്റഗറി എല്ലാം മാറിപ്പോയി. അപ്പോൾ ഈ മുളയരി നമുക്കങ്ങനെ, ഈ മുള പൂക്കുമ്പോൾ ഒരുമിച്ചായിരിക്കും പൂക്കുക. ഇപ്പോൾ ഒരു മേഖലയിലുള്ള ആളുകൾ മുള വെച്ച് ഉപജീവന മാർഗ്ഗം നടത്തിയിട്ടുള്ളവർ മുള പൂക്കുമ്പോൾ ആ പൂട്ടങ്ങനെ നശിച്ചു പോകുന്ന സമയത്ത് ഇവർക്ക് ഈ വിത്ത് കൊടുത്തിട്ടാണ് പോവുക. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇവർ ഇത് വെച്ചിട്ട് കഞ്ഞി, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഉപയോഗിക്കുന്നില്ല, ഇത് വെച്ച് കഞ്ഞി കുടിച്ച് വെച്ചിട്ടൊക്കെയാണ് ഒരു വർഷമൊക്കെ അവർ തള്ളി നിൽക്കുന്നത്. ഇപ്പോൾ പക്ഷെ അങ്ങനെ ആരും ചെയ്യുന്നില്ല അധികം. ഇപ്പം അധികം പായസത്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കിനി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന സെഷനിലേക്ക് പോവാം. അച്ചാർ മുളങ്കൂമ്പ് വെച്ചിട്ടുള്ള അച്ചാറാണ്. ഞാൻ അവിടെ കാണിച്ചു തന്നില്ലേ മുളങ്കൂമ്പ്, അതിന്റെ സെന്റർ പോർഷൻ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ കൂമ്പ് ഒരു 2-3 ആഴ്ച പാകാകുമ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ നടുക്കുള്ള പോർഷൻ എടുത്തിട്ടാണ് നമ്മൾ അച്ചാറാക്കിയത്.
എല്ലാ മുളകളും പറ്റൂല. ആ ഷൂട്ട് അല്ലല്ല, അത് മറ്റേ കൈത്തറി റൂറൽ വുമൺ ആർട്ടിസൻസ് ആണ്. അപ്പോ ഒരു 30 കിലോമീറ്റർ അറൗണ്ടിൽ നമുക്ക് യൂണിറ്റ്സ് ഉണ്ട്. സോ ഈ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് മുതൽ ഇതിന്റെ മാർക്കറ്റിംഗ് വരെയുള്ള കാര്യങ്ങളിൽ കീപ്പ് ഓൺ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു ലൈവ്ലിഹുഡ് പ്രോഗ്രാം ആണത്. അപ്പൊ അതിന്റെ കീഴിൽ നമുക്ക് ഒരു 5 യൂണിറ്റുകൾ നമുക്ക് നമ്മളുടെ പ്രിമൈസസിൽ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് 1-2 യൂണിറ്റ്സ് വിസിറ്റ് ചെയ്യാം. ഇത് ബാംബുവിന്റെ കർട്ടൻ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുളയുടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റർനോഡ് ലെങ്തിലുള്ള ബാംബു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇത് കുറച്ചും കൂടെ ഇന്റർനോഡ് ലെങ്ത് കൂടുതലുള്ള ബാംബൂസ് ആണ്. നമ്മുടെ നാട്ടില് ഈറ്റ, ഓട എന്നൊക്കെ പറയുന്ന വെറൈറ്റീസ് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ബാംബുവിന്റെ കർട്ടൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു 16 ടൈപ്പ്, ഒരു 16ഓളം വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ബാംബുവിന്റെ ബ്ലൈൻഡ്സ് ചെയ്യുന്നുണ്ട്. ബാംബു ബ്ലൈൻഡ്സ് ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ബാംബു എല്ലാം ട്രീറ്റ് ചെയ്ത് വന്നതിന് ശേഷം ഇവര് കൈകൊണ്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതിനെ 2 ടൈപ്പ് സ്ലൈവേഴ്സ് ആക്കി മാറ്റുന്നുണ്ട്. ഒന്ന് ഈ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സ്ലൈവേഴ്സും, നിങ്ങൾക്ക് കാറ്റലോഗ് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തോളൂ. ഒന്ന് ഫ്ലാറ്റൻഡ് സ്ലൈവേഴ്സും മറ്റൊന്ന് റേഡിയൽ ആയിട്ടുള്ള സ്ലൈവേഴ്സും. പിന്നെ ഈ ഇരിക്കുന്നത് ബാംബു നമ്മൾ ഫാബ്രിക് കളർ ചെയ്യുന്നതാണ്. അത് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മറ്റൊന്ന് ഇതിൽ തന്നെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ആയിട്ടുള്ള ബാംബു ബ്ലൈൻഡ്സ് ഉണ്ട്. എക്സ്റ്റീരിയർ ബ്ലൈൻഡ്സിന് നമ്മൾ ഈ ബാംബുവിന്റെ സ്കിന്ന് കളയില്ല, അതങ്ങനെ തന്നെ നിർത്തും. അപ്പൊ അതൊരു എക്സ്ട്രാ കോട്ടിംഗ് കൊടുക്കുന്ന ഒരു എലിമെന്റ് കൂടെയാണ്. ഇതാണ് ബാംബുവിന്റെ ഒരു 16 ടൈപ്പ് പാറ്റേൺ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഹാൻഡ് ലൂമിലാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം ബാംബു ഒരു 0 വേസ്റ്റ് മെറ്റീരിയൽ ആണ്. ബാംബുവിന്റെ എല്ലാ പാർട്ടും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഇവിടെ വരുന്ന വേസ്റ്റ് ആയാലും നമുക്ക് ഇപ്പൊ നിങ്ങൾ ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ലാമ്പ് ഷെയ്ഡ്സ് കാണാം, ഡസ്റ്റ് എല്ലാം വെച്ചിട്ട് ബാംബുവിന്റെ പൊടി വെച്ച് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇതൊരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇവിടത്തെ ഈ വേസ്റ്റ് എല്ലാം നമ്മളുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാര് തന്നെ അവരെ വീട്ടിലേക്ക് കത്തിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു മേജർ യൂട്ടിലിറ്റി എലമെന്റ് ആസ് നൗ. നമ്മള് ഇതിന്റെ മുകളിൽ എന്താ ചെയ്യാ, ഓരോന്ന് വെച്ച് തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു മീറ്ററില് 1 മീറ്റർ 1 മണിക്കൂറിലൊക്കെ നെയ്തെടുക്കും തോന്നുന്നുണ്ട്. വലിപ്പമുള്ള നമുക്ക് കുറച്ചുകൂടി കിട്ടും തോന്നുന്നുണ്ട്. ചെറിയ അളികൾ വെച്ച് നമുക്ക് പെയിന്റിംഗ് മാറ്റും ഒക്കെ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ചെറിയ അളികൾ വെച്ചിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും. ഇത് കളേർഡാണ്, ഫാബ്രിക് ഡൈ ചെയ്തിരിക്കുന്നത്. ബാംബു ഒരു പോറസ് മെറ്റീരിയലും ഡൈ ഈസി ആയിട്ട് പിടിക്കും. നാച്ചുറൽ ഡൈസ് നമുക്ക് ചെയ്യാൻ പറ്റും, ഫാബ്രിക് ഡൈ ചെയ്തിട്ടുള്ളതാണ് ഇതിൽ. വാക്വം പ്രഷർ ഇംപ്രഗ്നേഷൻ പ്ലാന്റ് എന്ന് പറയുന്ന ബാംബു ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ബാക്കിയുള്ള മെത്തേഡ്സിനെ അപേക്ഷിച്ച് വളരെ സമയം കുറച്ച് മതി. മാത്രമല്ല കൺസ്ട്രക്ഷനൊക്കെ നമുക്ക് 20 അടി മുളയൊക്കെ ഒന്നിച്ച് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഇതൊരു 5 മണിക്കൂറേ എടുക്കുള്ളൂ. ബോറിക്കും പൊറാക്സും വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വാല്യൂ അഡീഷനിൽ യൂസ് ചെയ്യാം. നമുക്ക് ഈ വഴി പോവാം. പറഞ്ഞു ബാംബുവിനെ നമ്മള് പ്ലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടും വുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടും അതുപോലെ സ്റ്റീൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൺസ്ട്രക്ഷന്റെ മിസ്റ്റർ ജോർജ് ചേട്ടന്റെ വീട് നമ്മൾ ബാംബു റീഎൻഫോഴ്സ് സ്ട്രക്ചർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് സ്റ്റീലിന് പകരം നമ്മൾ ബാംബു ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. റീഎൻഫോഴ്സ്മെന്റ് ചെയ്യുമ്പോൾ ചൂട് കുറയല്ല, നമ്മൾ പൊതുവെ നമ്മുടെ കാർബൺ ഫുട് പ്രിന്റ് കുറയും, സ്റ്റീലിന്റെ ഇത് ഉപയോഗം കുറയും. പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റീൽ ബെൻഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ബാംബു വെച്ചിട്ട് ബൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ട്രീറ്റ് ചെയ്തിട്ടുള്ള ബാംബു ആണെന്ന് വെച്ചാൽ സ്റ്റീൽ നിൽക്കുന്ന പോലെ നിൽക്കുകയും ചെയ്യും നമുക്ക്. അതാണ് ബേസിക്. അതേസമയം നമ്മൾ അല്ലല്ല ഇതുപോലെയുള്ള സ്ട്രിപ്പുകളാക്കിയിട്ട് ആ സ്ട്രിപ്പുകളെ നമ്മൾ ജോയിൻ ചെയ്ത് നമ്മൾ കമ്പി കെട്ടില്ലേ അതേപോലെ തന്നെ കെട്ടി ഒരു 3 ഇഞ്ച് കനത്തിൽ നമ്മൾ ഫെറോ സിമെന്റിന് പകരം ബാംബു സിമെന്റ് എന്നുള്ള പോലെയാണ്. അതേസമയം ഇതുപോലുള്ള റൂഫിന് പകരം നമ്മൾ അവിടെ ചെയ്തിട്ടില്ലേ അതുപോലുള്ള റൂഫിന് തീർച്ചയായിട്ടും ടെമ്പറേച്ചറും വ്യത്യാസം വരും. ഇത് നമ്മുടെ ഒരു കോമൺ ഫെസിലിറ്റി സെന്റർ ആണ്. നമ്മളുടെ ഉള്ള ആർട്ടിസൻ കമ്മ്യൂണിറ്റി ഒക്കെ അവരുടെ ബേസിക് ആയിട്ടുള്ള കട്ടിങ് ഗ്രൈൻഡിങ് പ്രോസസ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്.
അപ്പൊ ഇവിടെ തന്നെ നമ്മൾ ബാംബു വുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു സംശയമുണ്ട്. ബാംബുവിൻ്റെ ഒരു കേർഡ് ടെക്സ്ചർ ആണ്. എങ്ങനെയാണ് നമ്മൾ എത്ര പറഞ്ഞാലും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആനമുള പോലെയുള്ള ബാംബൂസിന് ഇതിന് തിക്കർ ഡയാമീറ്റർ ആണ്. ഇത്തരത്തിലുള്ള ബാംബൂന്ന് നമുക്ക് എന്തുണ്ടാക്കാം, ഇത്തരം പ്ലെയിനർ ടൂൾസ് വെച്ചിട്ട് റീപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ മുകളിൽ ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മരത്തുകൊണ്ട് ഉണ്ടാക്കിയത് പോലെ തന്നെയുള്ള പ്രൊഡക്റ്റ് കാണാൻ പറ്റും. അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇത്തരം തിക്കർ ഡയാമീറ്റർ ഉള്ള ബാംബൂന്ന് റീപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു ഹ്യൂജ് പോസിബിലിറ്റി ആണ്. ബാംബുവിന്റെ ടൈല് പാനലിംഗ് ഒക്കെ ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്നത് ബാംബു റീപ്പേഴ്സ് ആണ്. ഇത് നമ്മൾ റീസെന്റ് നടന്ന G20 സബ്മിറ്റിന്റെ മെയിൻ കോൺഫറൻസ് ഹാൾ നമ്മളാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇന്റീരിയർ ഫുള്ള് ഇത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കുറച്ച് പാറ്റേൺസിന്റെ കുറച്ച് മോഡൽസ് ആണ്. അതുപോലെ ഇത് ഏത് പാർട്ടാണെന്ന് മനസ്സിലായോ? ബാംബുവിന്റെ ഏത് പാർട്ടാണ്? നോട്ട് പോർഷൻ ആണ്. അപ്പൊ ബാംബുവിന്റെ എല്ലാ പാർട്ടും നമുക്ക് ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ചെറിയൊരു ഗ്രീൻ ഓഫീസ് കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഗവൺമെന്റ്സ് ആയാലും ഗ്രീൻ പ്രോട്ടോകോൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാംബു വളരെ ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം കൂടിയാണ്. കൂടാതെ ഇവിടെ നമുക്ക് കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്, ഡിഫറെന്റ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണാം. ഇത് ബാംബുവിന്റെ തന്നെ ഒരു പെൻ ഹോൾഡറും മൊബൈൽ ഹോൾഡറും കൂടെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ബാംബുവിന്റെ വീവിങ് തന്നെ നമ്മളൊരു 8 ടൈപ്പ് ഡിഫറെന്റ് ആയിട്ടുള്ള വീവിങ് പാറ്റേൺസ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മുകളിൽ പോകുമ്പോൾ നിങ്ങൾ ലാമ്പ് ഷെയ്ഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് അതിന്റെ ബേസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. നമ്മളിപ്പോ കൊട്ടയൊക്കെ നെയ്യാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ് ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷമാണ് അത് വന്ന് നെയ്ത് പോവുക. കൂടാതെ ഇപ്പൊ നിങ്ങളിൽ തന്നെ ആരെങ്കിലും ഇനി ബാംബുവിന്റെ ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക്ഷോപ്സോ ട്രെയിനിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള സെഷൻസും ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വീവിംഗ് ആയാലും പ്രൊഡക്റ്റ് മേക്കിംഗ് ഒക്കെ ആയാലും നമുക്ക് വർക്ക്ഷോപ്സും ട്രെയിനിങ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളുടെ ഒരു ആർട്ട് ആൻഡ് ഇൻസ്റ്റാളേഷൻ നമ്മളുടെ ഒരു പ്രധാന മേഖലയായിരുന്നു. നമ്മളിപ്പോൾ കോൺസ്റ്റന്റ്ലി എടുക്കുന്നില്ല, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്ക് എടുക്കുന്നുള്ളൂ. ഇത് ഒരു 3-4-5 വർഷം മുന്നേ ബാംഗ്ലൂരുള്ള ഒരു എക്സ്പോക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു വർക്കാണ്. ഇത് വുഡ് ആൻഡ് ബാംബു കോംബോ ആണ്. അതുപോലെ ഈ ഇരിക്കുന്ന മിനിയേച്ചേഴ്സ് എല്ലാം നമ്മൾ ഇന്ത്യയുടെ പല ഭാഗത്ത് ചെയ്തിട്ടുള്ള ബാംബു കൺസ്ട്രക്ഷൻസിന്റെ മിനിയേച്ചേഴ്സ് ആണ്. ഇത് റീസെന്റ് നമ്മൾ ഗുജറാത്തിലെ സൂറത്തിൽ കംപ്ലീറ്റ് ചെയ്ത ഒരു 6000 സ്ക്വയർ ഫീറ്റിന് അടുത്ത് വരുന്ന ഒരു ബാംബു പവലിയൻ ആണ്. കൂടാതെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓർഡറിനെ ചെയ്യാം. അതെ.